നമുക്കൊപ്പം ശ്രീ കെ മുരളീധരൻ ചേരുകയാണ്. ശ്രീ കെ മുരളീധരൻ, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പാലത്തെ ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ കാണുകയായിരുന്നു. ഞാനപ്പോൾ നമ്മുടെ റിപ്പോർട്ടറോട് ചോദിക്കുകയായിരുന്നു, സന്ദീപ് വാര്യരും കെ മുരളീധരനും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി നേരത്തെ നിശ്ചയിച്ചിരുന്നതാണോ ഇതെന്ന്? നേരത്തെ നിശ്ചയിച്ചല്ല, ഈ ബാങ്ക് ഉദ്ഘാടനം നേരത്തെ നിശ്ചയിച്ചാണ്. ഇത് മുമ്പ് ഈ ബാങ്ക് ഞാൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ഒരു ചടങ്ങിന് വന്നതാണ്. അപ്പൊ സന്ദീപ് വാര്യർ അതിന്റെ അയൽവക്കാണ്, അവിടെയാണ്, അതിന്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ അതിനായ സമയത്ത് അദ്ദേഹം വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ വാർത്തയാകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നൊക്കെ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു, ഷാളണിയിച്ച് സ്വീകരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിനെ സ്വീകരിക്കുമല്ലോ. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കും. അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ലേ. എനിക്ക് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു. അതായത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു മാന്യത ഒരു മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് ഒന്ന് സ്വീകരിച്ചു. ഓക്കെ, അതൊരു നല്ല ജസ്റ്ററാണ് ശ്രീ കെ മുരളീധരൻ. സന്ദീപ് വാര്യർ വന്നത് പാലക്കാട്ട് വോട്ട് കൂട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒറ്റപ്പാലത്തെ വേദിയിലാണ് ഈ നിങ്ങൾ ഒപ്പമുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. പാലക്കാട്ട് വോട്ട് കൂട്ടുമോ സന്ദീപ് വാര്യർ? പാലക്കാട് കോൺഗ്രസിന്റെ വിജയം അരക്കിട്ടുറപ്പിച്ചു സന്ദീപ് വാര്യർ. അതെ. ഓക്കെ, ശ്രീ കെ മുരളീധരൻ, താങ്കൾ പോകുന്നുണ്ടോ ഇന്ന് കൊട്ടിക്കലാശത്തിന്? ഇല്ല, കൊട്ടിക്കലാശം ചെയ്യാനില്ല. ഇതാണ് ഇന്നത്തെ താങ്കളുടെ കൊട്ടിക്കലാശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ഇവിടുത്തെ കൊട്ടിക്കലാശം കൊഴിഞ്ഞു. ഇതെന്തായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കായി ശ്രീ കെ മുരളീധരൻ. ഞാൻ ഒരു കൗതുകത്തിന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആ പാട്ട് നന്നായിട്ടുണ്ട്. ആ പാട്ടിൽ ആരെയോ ഉദ്ദേശിച്ചതുപോലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? അല്ല, അത് നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുക. എന്റെ ഭാവനയിൽ ഞാൻ പറവൂര് വരെ എത്തി. അവിടെ നിക്കട്ടെ? അതെ, അവിടെ നിക്കട്ടെ. അവിടെ നിൽക്കാതെ അങ്ങോട്ട് പോകണ്ട. ഞാനപ്പോ പറവൂരിലെത്തി നിന്നു. താങ്ക് യു ശ്രീ കെ മുരളീധരൻ. താങ്ക് യു. ശ്രീ കെ മുരളീധരനാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ വരവിനോട് അനുബന്ധിച്ച് പങ്കുവച്ച പാട്ട് പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ, അതിലെ ഞാൻ ആരാണ് എന്നതിനെ ചൊല്ലി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കേൾക്കുന്നവരുടെ ഭാവനയ്ക്ക് വിടുന്നുവെന്ന് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് പ്രേക്ഷകർ ഇപ്പോൾ കേട്ട് കാണുമല്ലോ.